എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 16-ാമത്തെ സർഗത്തിൽ 28 മുതൽ 32 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഈ 32-ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് 16-ാമത്തെ സർഗം തീരുകയാണ് ചെയ്യണത്. പായസ വിതരണം നടത്തി സന്തുഷ്ടനായി തീർന്നു ദശരഥൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സർഗം തീരണത്. നമുക്ക് 28-ാമത്തെ ശ്ലോകം ആദ്യം നോക്കാം. കൈകേയ്യൈ ചാവശിഷ്ടാർത്ഥം ദദൗ പുത്രാർത്ഥകാരണാത് പ്രദദൗ ചാവശിഷ്ടാർത്ഥം പായസസ്യാമൃതോപമം. ഇവിടെ കൈകേയിക്ക് ഇനി എങ്ങനെയാണ് പായസം കൊടുത്തതെന്ന് പറയാണ്. ഇപ്പോൾ കൊടുത്തത്, അതായത് ഒരു പാത്രത്തിൽ നിറയുണ്ടായിരുന്ന പായസത്തിൽ പകുതി കൗസല്യയ്ക്ക് കൊടുത്തു, ബാക്കി ഉണ്ടായിരുന്നതിൻ്റെ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. ആ ബാക്കി കൈകേയിക്ക് കൊടുത്താൽ മതിയല്ലോ, പക്ഷെ അവിടെ അങ്ങനെയല്ല കൊടുക്കണതെന്നാണ് പറയണത്. കൈകേയ്യൈ ചാവശിഷ്ടാർത്ഥം ദദൗ പുത്രാർത്ഥകാരണാത്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പായസം സുമിത്രയ്ക്ക് കൊടുത്തു കഴിഞ്ഞതിൻ്റെ ബാക്കി കയ്യിലുണ്ടല്ലോ, അത് പിന്നെയും പകുത്തിട്ട് കൈകേയിക്ക് കൊടുത്തു. എന്തിനാണ് ഇത്രയധികം പകുക്കണതെന്നൊന്നും അറിയില്ല. അങ്ങനെയാണ് വാൽമീകി മഹർഷി വർണ്ണിച്ചിരിക്കുന്നത്. ഇതിനേക്കാളും കുറച്ചുകൂടി നല്ലത് നമ്മൾ കേട്ടിരിക്കുന്ന കഥ തന്നെയാണ്. എളുപ്പമുണ്ട് അത് പറയാൻ. അതായത് കൈകേയിക്കും കൊടുത്തു, കൗസല്യയ്ക്കും കൊടുത്തു, അവർ പകുത്ത് സുമിത്രയ്ക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ആ കഥ പെട്ടെന്ന് തീരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പായസം പകുത്ത് വലുതാക്കി തീർക്കുക ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പായസത്തിൻ്റെ പകുതി എടുത്തിട്ട് പുത്രാർത്ഥകാരണാത് കൈകേയ്യൈ ദദൗ. പുത്രന്മാരുണ്ടാവണമല്ലോ, അതായത് എല്ലാവർക്കും 3 പേർക്കും പുത്രന്മാരുണ്ടാവണം വെച്ചിട്ടാണല്ലോ യാഗം ചെയ്തത്. 3 പേർക്കും പായസം കൊടുക്കും വേണം. അപ്പോൾ കയ്യിലുണ്ടായിരുന്നതിൻ്റെ പകുതി വീണ്ടും പകുതിയാക്കിയിട്ട് ആ പകുതി, അപ്പോൾ 8-1 അത് കൈകേയിക്ക് കൊടുത്തു. അപ്പോൾ കയ്യിൽ പിന്നെയും ഒരു ബാക്കി പായസം ഉണ്ടല്ലോ, അതെന്താ രാജാവ് ചെയ്തത്? പ്രദദൗ ചാവശിഷ്ടാർത്ഥം പായസസ്യ അമൃതോപമം അനുചിന്യ സുമിത്രായൈ പുനരേവ മഹാമതി. ആ ഒരു വരിയും കൂടി എടുത്താലേ അർത്ഥം പറയാൻ പറ്റുള്ളൂ. എന്താണ് ചെയ്തത്? അവശിഷ്ടാർത്ഥം പായസസ്യ അമൃതോപമം. പായസസ്യ അമൃതോപമം അവശിഷ്ടാർത്ഥം. ആ പായസത്തിൻ്റെ ഏറ്റവും സ്വാദിഷ്ടമായ ആ പായസത്തിൻ്റെ ബാക്കിയുള്ളതായിട്ട് ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അമൃതോപമം അവശിഷ്ടാർത്ഥം. ഇനിയൊരു ചെറിയ ഭാഗം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ആ ഭാഗം എടുത്തിട്ട് എന്താ ചെയ്തത്? അതാണ് അനുചിന്യ, കുറച്ചു നേരം ആലോചിച്ചിരുന്നിട്ട് സുമിത്രായൈ പുനരേവ മഹാമതി പ്രദദൗ. പുനരേവ മഹാമതി, വീണ്ടും ആ മഹാമതിയായിട്ടുള്ള ദശരഥൻ സുമിത്രായൈ പ്രദദൗ, സുമിത്രയ്ക്കായി കൊണ്ട് നൽകി. അതായത് കൈകേയിക്ക് കൊടുത്ത പായസത്തിൻ്റെ പകുതി ബാക്കിയുണ്ടായിരുന്നത് സുമിത്രയ്ക്ക് തന്നെ നൽകി എന്നർത്ഥം. അതെന്തിനാ വീണ്ടും സുമിത്രയ്ക്ക് നൽകിയത് എന്നുള്ളത് കഥയിൽ ചോദ്യമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കുറച്ചു നേരം ആലോചിച്ചിട്ടൊക്കെയാണ് കൊടുത്തതെന്ന് പറഞ്ഞു. ഇനി 2 പുത്രന്മാർ സുമിത്രയ്ക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് രാജാവ് ഉള്ളിൽ വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. അതായത് 4 പുത്രന്മാരുണ്ടാവും എന്നാണല്ലോ പറഞ്ഞത്. ഓരോരുത്തർക്ക് ഓരോന്നെന്നുള്ള നിലയ്ക്കാണെങ്കിൽ 4 ആവില്ല. അതുകൊണ്ടായിരിക്കുമോ എന്നറിയില്ല. അനുചിന്യ എന്നുള്ളൊരു വാക്ക് ഇവിടെ വാൽമീകി മഹർഷി പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ രാജാവ് ഭാര്യമാർക്ക് പായസമൊക്കെ വിതരണം ചെയ്ത് തീർത്തു. ഏവം താസാം ദദൗ രാജ്യ ഭാര്യാണാം പായസം പൃഥക്. ഈ ഒരു വരിയും കൂടി അതിൽ കൂട്ടിച്ചേർത്ത് പറയണം. അതായത് ഇതിങ്ങനെ ഒറ്റയായിട്ടാണ് വ്യാഖ്യാനിച്ച് കാണുന്നത്. അങ്ങനെ രാജാവ് ഭാര്യമാർക്ക് പായസമൊക്കെ കൊടുത്തു തീർത്തു. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്ടായത്? 30-ാമത്തെ ശ്ലോകം നോക്കാം. താശ്ചൈവം പായസം പ്രാപ്യ നരേന്ദ്രസ്യോത്തമസ്ത്രിയ സമ്മാനം മേനിരേ സർവാ പ്രഹർഷോദിതചേതസ. ആ സ്ത്രീകളാകട്ടെ, രാജാവിൻ്റെ പത്നിമാരാകട്ടെ, താശ്ചൈവം പായസം പ്രാപ്യ, ആ 3 പേരും പായസം ലഭിച്ചിട്ട്. അവരാരാണ്? നരേന്ദ്രസ്യ ഉത്തമ സ്ത്രീയ. നരേന്ദ്രൻ മഹാരാജാവ്, ദശരഥൻ്റെ ഉത്തമ സ്ത്രീകൾ, ദശരഥൻ്റെ പത്നിമാർ. ഇവിടെ പറയണതനുസരിച്ച് വാൽമീകി രാമായണത്തിലൊന്നും എടുത്ത് പറഞ്ഞ് കാണാനില്ല, പക്ഷെ പലതിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ദശരഥന് ഈ 3 ഭാര്യമാരൊന്നും അല്ലാതെ വേറെ കുറേ ഭാര്യമാരുണ്ടായിരുന്നു, 200-300 ഭാര്യമാരുണ്ടായിരുന്നു എന്നൊക്കെ പറയണു. അതിൽ ഉത്തമകളായിട്ടുള്ള 3 പേര് വേണ്ട വിധം വിവാഹമൊക്കെ കഴിച്ച് പട്ടമഹിഷിമാരായിട്ട് അംഗീകരിക്കപ്പെട്ടവരായിരുന്നു ഇവർ 3 പേരും. അതുകൊണ്ടാണ് ഇവരെ ഉത്തമ സ്ത്രീകൾ എന്ന് പറയണത് എന്നുള്ളതൊക്കെ പറഞ്ഞ് കാണാനുണ്ട്. ഏതായാലും ബാക്കി എവിടെയും മറ്റ് ഭാര്യമാരുടെ പേരുകളൊന്നും പറഞ്ഞു കാണാനില്ല. ഈ ഉത്തമ സ്ത്രീകളായിട്ടുള്ള
കൈകേയിയും കൗസല്യയും സുമിത്രയും. അവർ സമ്മാനം മേനിരേ സർവാഹ, അവർ 3 പേരും സർവാഹ സമ്മാനം മേനിരേ, അവർക്ക് വേണ്ടുവോളം ബഹുമാനം കിട്ടി എന്നാണ് അവർ വിചാരിച്ചത്. അതാണ് പ്രഹർഷോദിത ചേതസ സർവാഹ സമ്മാനം മേനിരേ. പ്രഹർഷം കൊണ്ട് മനസ്സ് വളരെയധികം വികാസം പൂണ്ടവരായ, അതായത് തങ്ങൾക്ക് ഇതുവരെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയെ ചെയ്യാത്തതായിട്ടുള്ളൊരു അംഗീകാരവും ഒരു പായസദാനവും ഒക്കെ അല്ലേ ഉണ്ടായത്. കുട്ടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ ദുഃഖം ഇതോടുകൂടി തീരും എന്നുള്ളതൊക്കെ കൂടി വിചാരിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും അത് വലിയൊരു ബഹുമാനമായി തീർന്നു. രാജാവ് അന്തഃപുരത്തിലേക്ക് ചെന്നിട്ട് ദിവ്യപുരുഷൻ നൽകിയതായിട്ടുള്ള പായസം കൊടുക്കുക എന്നുള്ള ആ പ്രവൃത്തി അതവർക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കി. നമുക്ക് 31ാമത്തെ ശ്ലോകം നോക്കാം. അത് വംശസ്ഥവൃത്തത്തിലാണ്. തതസ്തുതാഃ പ്രാശ്യ തദുത്തമസ്ത്രിയോ മഹീപതേരുത്തമപായസം പൃഥക് ഹുതാശനാദിത്യസമാന തേജസോ ചിരേണ ഗർഭാൻ പ്രതിപേദിരേ തദാ. തതസ്തു, അതിനുശേഷം ഈ പായസം ഇങ്ങനെ ഭാഗമൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം താഹ ഉത്തമസ്ത്രീയ, തത് ഉത്തമസ്ത്രീയ, അതായത് ദശരഥൻ്റെ പത്നിമാരായിട്ടുള്ള അവർ 3 പേരും പ്രാശ്യ, പ്രാശ്യ എന്ന് വെച്ചാൽ കഴിച്ചിട്ട്. എന്താ കഴിച്ചത്? ഉത്തമ പായസം, ഉത്തമമായിട്ടുള്ള ദേവന്മാരുണ്ടാക്കി കൊടുത്തതായിട്ടുള്ള ആ പായസം. മഹീപതേ ഉത്തമ സ്ത്രീയ പ്രാശ്യ, മഹീപതിയുടെ ഉത്തമ സ്ത്രീകളായിട്ടുള്ള പട്ടമഹിഷികളായിട്ടുള്ള ഭാര്യമാർ ഭക്ഷിച്ചു. അപ്പോൾ ഭക്ഷിച്ചിട്ട് അപ്പോൾ പിന്നെന്താ സംഭവിച്ചത്? ഹുതാശന ആദിത്യ സമാന തേജസ, അവർ 3 പേരും സൂര്യൻ്റെയും അഗ്നിയുടെയും ഒക്കെ ശോഭയെ സ്വീകരിച്ചു. അവർക്ക് അങ്ങനെ ഒരു തേജസ് കൈവന്നു. ആ തേജസ് കൈവന്നത് എന്തുകൊണ്ടാണ്? അവരെല്ലാവരും ഗർഭം ധരിച്ചു. അതാണ് ഹുതാശനൻ ആദിത്യൻ എന്ന് പറഞ്ഞാൽ ഹുതാശനൻ അഗ്നി, ആദിത്യൻ സൂര്യൻ, ഇവരെ പോലെയൊക്കെയുള്ളതായ സമാനമായ തേജോവതികളായി തീർന്നു ഈ സ്ത്രീകൾ 3 പേരും. എന്നിട്ട് അചിരേണ, വൈകാതെ തന്നെ, തഥാ ഗർഭാൻ പ്രതിപേദിരേ, തഥാ അചിരേണ ഗർഭാൻ പ്രതിപേദിരെ, വൈകാതെ തന്നെ 3 പേരും ഗർഭിണികളാവും ചെയ്തു എന്നർത്ഥം. അതായത് ഭഗവാന്റെ ചൈതന്യം പ്രവേശിച്ചു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് സൂര്യൻ്റെയും അഗ്നിയുടെയും ഒക്കെ ഒരു ചൈതന്യം വന്നു ചേർന്നത്. അങ്ങനെ സുന്ദരികളും തേജസ്വികളും തേജോവതികളുമായി തീർന്നു ആ 3 പേരും. അവർ ഗർഭലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു എന്നർത്ഥം. നമുക്ക് 32ാമത്തെ ശ്ലോകം കൂടി നോക്കാം. തതസ്തു രാജാ പ്രതിവീക്ഷ്യതാ സ്ത്രിയ പ്രരൂഢഗർഭാ പ്രതിലബ്ധമാനസ ബഭൂവ ഹൃഷ്ടസ്ത്രിദിവേ യഥാ ഹരി സുരേന്ദ്രസിദ്ധർഷിഗണാഭിപൂജിത. രാജാവാകട്ടെ, തതസ്തു രാജ, അതിനുശേഷം ഇവർ 3 പേരും ഗർഭിണികളായപ്പോൾ രാജാവ് താഹ സ്ത്രീയ പ്രതിവീക്ഷ്യ, പ്രരൂഢഗർഭാഃ താഹ സ്ത്രീയഃ പ്രതിലബ്ധമാനസഃ രാജ പ്രതിവീക്ഷ്യ, അല്ലെങ്കിൽ പ്രതിലബ്ധമാനസഃ എന്നുള്ളത് പിന്നീട് പറഞ്ഞാലും മതി. അതായത് ഗർഭിണികളായിട്ടുള്ള പെൺകുട്ടികളെ കണ്ടിട്ട്, പ്രതിവീക്ഷ്യ, പ്രരൂഢമായ വർദ്ധിച്ചു വരുന്നതായ ഗർഭത്തോടു കൂടിയവരായ സ്ത്രീകളെ, രാജ്ഞിമാരെ കണ്ടിട്ട് രാജാവ് പ്രതിലബ്ധമാനസഃ, തൻ്റെ ഇച്ഛകൾ നിറവേറി എന്നുള്ള സന്തോഷത്തോടു കൂടിയിട്ട്, അതാണ് പ്രതിലബ്ധമാനസ, മനസ്സിൽ എന്തായിരുന്നുവോ ആഗ്രഹിച്ചിരുന്നത് ആ ആഗ്രഹം മുഴുവനും സാധിച്ചു എന്നുള്ളതിൻ്റെ സന്തോഷത്തോടു കൂടി അങ്ങനെ വളരെയധികം ആഹ്ലാദത്തോടു കൂടി കഴിച്ചുകൂട്ടിയ ആ കാലങ്ങൾ. അതാണ് പ്രതിലബ്ധമാനസ ബഭൂവ, പ്രതിലബ്ധമായ മാനസത്തോടു കൂടിയിട്ട്, മനസ്സിൽ എന്തൊരു ഇച്ഛയാണ് ഉണ്ടായിരുന്നത് അത് ലഭിച്ചു എന്നുള്ളതിൻ്റെ സന്തോഷത്തോടു കൂടി വർത്തിച്ചു. അതാണ് അവിടെ ഹൃഷ്ട എന്ന് പറഞ്ഞത്. ഹൃഷ്ട പ്രതിലബ്ധമാനസ ഹൃഷ്ട ബഭൂവ, മനസ്സിൻ്റെ ആഗ്രഹം നടന്നതുകൊണ്ട് സന്തോഷവാനായി തീർന്നു. ആരെ പോലെ, എവിടെ, എങ്ങനെ എന്നുള്ളതാണ് അടുത്ത ഒരു ഉപമാലങ്കാരത്തിൽ പറയണത്. ത്രിദിവേ യഥാ ഹരി സുരേന്ദ്ര സിദ്ധർഷി ഗണാഭിപൂജിത തദ്വത് ബഭൂവ. യഥാ തഥ, എപ്രകാരമാണോ ഹരി, ഹരി എന്ന് പറഞ്ഞാൽ ഭഗവാൻ മഹാവിഷ്ണു, ത്രിദിവേ സ്വർഗത്തിൽ, സുരേന്ദ്ര സിദ്ധ ഋഷി ഗണാഭിപൂജിത, സുരേന്ദ്രൻ ഇന്ദ്രൻ, അതുപോലെ സിദ്ധന്മാർ ഋഷിമാർ തുടങ്ങിയിട്ടുള്ള ഗണങ്ങളാലൊക്കെ പൂജിക്കപ്പെട്ടവനായ
ഹരിയെ പോലെ, ഭഗവാൻ മഹാവിഷ്ണുവിനെ പോലെ എവിടെ സ്വർഗലോകത്തിൽ എപ്രകാരമാണോ ഭഗവാൻ മഹാവിഷ്ണു സുരേന്ദ്രാദികളാൽ പൂജിക്കപ്പെട്ടവനായി വർത്തിക്കുന്നത്, അപ്രകാരം എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ടവനായി ആരാധിക്കപ്പെട്ടവനായി സന്തോഷത്തോടുകൂടി ദശരഥൻ അയോധ്യയിൽ വാണു എന്നാണ് പറയണത്. അത്രയേ ഉള്ളൂ ഈ ഒരു ശ്ലോകത്തിൽ. അതായത് ഗർഭിണികളായി തീർന്നു രാജ്ഞിമാർ, അവരെ കണ്ടിട്ട് രാജാവിന് അത്യധികം സന്തോഷമായി. രാജാവിനെ എല്ലാവരും കൂടുതൽ ബഹുമാനിച്ചു. അതായത് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്തു, അതിന് ഫലം കിട്ടുകയും ചെയ്തു എന്നുള്ളതിൻ്റെ സന്തോഷവും ബഹുമാനവും ഭാര്യമാർക്കടക്കം എല്ലാവർക്കും രാജാവിനോടുണ്ടായി. അത് അനുഭവിച്ചുകൊണ്ട്, അതൊക്കെ ആസ്വദിച്ചുകൊണ്ട്, എങ്ങനെയാണോ ഭഗവാൻ മഹാവിഷ്ണു സ്വർഗത്തിലിരുന്ന് അരുളുന്നത് ഇന്ദ്രാദി ദേവഗണങ്ങളോട് കൂടിയിട്ട്, അതുപോലെ ദശരഥനും അയോധ്യയിൽ വാണരുളി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സർഗവും അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. കൈകേയ്യൈ ചാവശിഷ്ടാർത്ഥം ദദൗ പുത്രാർത്ഥകാരണാത് പ്രദദൗ ചാവശിഷ്ടാർത്ഥം പായസസ്യാമൃതോപമം അനുചിന്യ സുമിത്രായൈ പുനരേവ മഹാമതി ഏവം താസാം ദദൗ രാജ ഭാര്യാണാം പായസം പൃഥക് താശ്ചൈവം പായസം പ്രാപ്യ നരേന്ദ്രസ്യോത്തമസ്ത്രിയ സമ്മാനം മേനിരേ സർവാഃ പ്രഹർഷോദിതചേതസ തതസ്തു താഃ പ്രാശ്യ തദുത്തമസ്ത്രിയോ മഹീപതേരുത്തമപായസം പൃഥക് ഹുതാശനാദിത്യസമാനതേജസോ ചിരേണ ഗർഭാൻ പ്രതിപേദിരേ തദാ തതസ്തു രാജാ പ്രതിവീക്ഷ്യതാ സ്ത്രിയ പ്രരൂഢഗർഭാഃ പ്രതിലബ്ധമാനസ ബഭൂവ ഹൃഷ്ടസ്ത്രിദിവേ യഥാ ഹരി സുരേന്ദ്രസിദ്ധർഷിഗണാഭിപൂജിത. അങ്ങനെ സുന്ദരമായിട്ടുള്ള 16ാമത്തെ സർഗവും കഴിഞ്ഞു. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.